എന്തൊക്കെ കാര്യങ്ങൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അത് ശരിയായിട്ടുള്ള രീതിയിൽ കഴിച്ചില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കില്ല അല്ലെ? അതുപോലെ തന്നെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ദോഷഫലങ്ങളും നമുക്ക് ഉണ്ടാകും. അത്രയും അധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് വെളുത്തുള്ളി എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷെ ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല വെളുത്തുള്ളി എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ കഴിക്കേണ്ടത്, എത്ര അളവിൽ നമ്മളിത് കഴിക്കണം, ഏതൊക്കെ കണ്ടീഷനിൽ എങ്ങനെ കഴിച്ചാലാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുക എന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഏതൊക്കെ കണ്ടീഷനിൽ എത്ര അളവിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് വെളുത്തുള്ളിനെ ഉപയോഗിക്കാം, ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം അതും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അതുപോലെ പച്ചയ്ക്ക് കഴിക്കേണ്ടതാണോ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കേണ്ടതാണോ, ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ മുഴുവൻ അറിവ് ലഭിക്കാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കും. വെളുത്തുള്ളിയുടെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഉഷ്ണ തീക്ഷ്ണ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വിശപ്പിനെ നന്നായിട്ട് കൂട്ടാനും ഭക്ഷണത്തിനൊക്കെ നന്നായിട്ട് ദഹിപ്പിക്കാനും, ഇപ്പൊ നിങ്ങളുടെ വയറ്റിൽ എന്തെങ്കിലും ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, വയറെപ്പോഴും നന്നായിട്ട് വീർത്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുക. വയറിൽ വേദനയുണ്ട്, കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നം, അതായത് മലബന്ധം പോലെയുള്ള പ്രശ്നം, ഇപ്പൊ വയറിൽ എന്തെങ്കിലും വിരശല്യം കൃമിശല്യം പോലെയുള്ള ആളുകളൊക്കെ ഫേസ് ചെയ്യുന്നവരാണ്. ഇനി പൈൽസിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പൈൽസിൽ ബ്ലീഡിംഗ് അല്ലാത്ത പൈൽസ്, ബ്ലീഡിംഗ് ഉള്ള പൈൽസിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. ബ്ലീഡിംഗ് അല്ലാത്ത പൈൽസിലും ഈ പറയുന്ന കണ്ടീഷൻസിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ബ്ലീഡിംഗ് പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതായത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് എരിച്ചില് പോലെയുള്ള കാര്യങ്ങൾ, പുകച്ചില് പോലെ തോന്നുന്നുണ്ട്, ബ്ലീഡിംഗ് നന്നായിട്ട് പോകുന്നുണ്ട്, ആ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ അൾസർ പോലെയുള്ള കാര്യങ്ങൾ, വായിൽ എപ്പോഴും നന്നായിട്ട് അൾസർ വരികയാണ്, അല്ലെങ്കിൽ വയറിന്റെ ഉള്ളിൽ എന്തെങ്കിലും അൾസർ പോലെയുള്ള കാര്യങ്ങളുണ്ട്, ക്രോൺസ് ഡിസീസ് പോലെയുള്ള കാര്യങ്ങൾ, IBS പോലെയുള്ള പ്രശ്നങ്ങൾ, ബ്ലീഡിംഗ് ഡിസോർഡർ പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം പറയുന്ന കണ്ടീഷൻസിൽ ഒരിക്കലും നിങ്ങൾ വെളുത്തുള്ളി കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ കൂട്ടുകയാണ് ചെയ്യുക. സ്പെഷ്യലി നിങ്ങൾ പച്ചയ്ക്ക് കഴിക്കാതിരിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കുക്ക് ചെയ്തിട്ട് ഒന്നോ രണ്ടോ അല്ലി മാക്സിമം, എഗെയിൻ ഞാൻ പറയാണ്, കൂടുതലായിട്ട് കഴിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും ഈ ഒരു കണ്ടീഷൻസിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് വയറിൽ ഗ്യാസ് ഉണ്ട്, വയറിൽ വേദനയുണ്ട്, അല്ലെങ്കിൽ കൃമിശല്യം, അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടീഷനൊക്കെ ഉള്ളവർക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുണ്ടല്ലോ ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചതച്ചിട്ട് അതിന്റെ നീരെടുക്കുക. 1 ടീസ്പൂൺ ആ നീരിൽ നിങ്ങൾ കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്നത് ഗ്യാസിന്റെ പ്രശ്നം കുറയ്ക്കാനും നമ്മുടെ അഗ്നി നന്നായിട്ട് കൂട്ടാനും വിശപ്പിനെ നന്നായിട്ട് കൂട്ടാനും ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും വളരെ നല്ലതായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം ലോങ് ടേമിൽ നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. എന്ത് കാര്യം വെളുത്തുള്ളി സ്പെഷ്യലി നിങ്ങൾ ലോങ് ടേമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൽ പിത്തത്തിനെ നന്നായിട്ട് കൂട്ടാനും ഉഷ്ണ പ്രോപ്പർട്ടി കൂടുതലായതുകൊണ്ട് തന്നെ ഭാവിയിൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. കുക്ക് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അല്ലിയൊക്കെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി വെളുത്തുള്ളി ശരീരത്തിലെ വേദനയെ കുറയ്ക്കാനും നീരിന് കുറയ്ക്കാനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ജോയിന്റ്സിൽ വേദന പോലെയുള്ള കാര്യങ്ങൾ, അതായത് സന്ധിവാദം പോലെയുള്ള പ്രശ്നങ്ങൾ, ആമവാദം, പാരലിസിസ്, ബെൽസ് പാൽസി, സ്കൈറ്റിക്ക എന്നിങ്ങനെ പറയുന്ന വേദന, നെർവസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവർക്ക് പുറത്തുനിന്നും യൂസ് ചെയ്യാം, ഉള്ളിൽ നിന്നും യൂസ് ചെയ്യാം. പുറത്തുനിന്ന് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഓയിൽ പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എള്ളെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ, ഈ രണ്ടെണ്ണയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. കാരണം ഇത് കുറച്ചൊരു ഉഷ്ണ പ്രോപ്പർട്ടിയാണ്, കുറച്ചൊരു വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു കൂളിംഗ് ആയതുകൊണ്ട് ഇതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇത് നിങ്ങൾ കുറച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ട് അതും ഇടുക. അയമോദകം ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇടുക. ഒരു നുള്ള് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക കേട്ടോ, വല്ലാണ്ട് കരിയണ്ട. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മളൊരു ചില്ലിന്റെ കുപ്പിയിൽ അടച്ചു വെച്ചിട്ട് എവിടെയാണോ നിങ്ങൾക്ക് വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പുരട്ടിയിട്ട് നല്ല റിസൾട്ട് ആയിരിക്കും, പുരട്ടിക്കെടുക്കാവുന്നതും കൂടിയാണ്. പക്ഷെ ആമവാദ കണ്ടീഷനിൽ ഇത് അധികം ഉപയോഗിക്കേണ്ട, കാരണം ആമവാദത്തിന്റെ കണ്ടീഷനിൽ നീരൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷനിൽ നമ്മൾ അധികം ഓയിലിന്റെ പ്രിപ്പറേഷൻ പറയാറില്ല. അപ്പൊ ആമവാദം ഉള്ളവർ കുറച്ചൊന്ന് ഒഴിവാക്കുക, ബാക്കിയുള്ളവർക്ക് പുരട്ടിക്കെടുക്കാവുന്നതും കൂടിയാണ്. ഇനി ഉള്ളിലേക്ക് എങ്ങനെ ഉപയോഗിക്കാന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാകുക. കാരണം പച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ഇത് കുറച്ച് ഉഷ്ണ പ്രോപ്പർട്ടി ആയതുകൊണ്ട് പിത്തം കൂട്ടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചൂടുള്ള സമയങ്ങളുണ്ടല്ലോ, മാർച്ച് ഏപ്രിൽ സമയം, സെപ്റ്റംബർ ഒക്ടോബർ സമയത്തൊക്കെ നന്നായിട്ട് ചൂട് കൂടുതലാണ്. അപ്പൊ ഈ ഒരു സമയങ്ങളിൽ വെളുത്തുള്ളി പരമാവധി മിതമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. പച്ചക്കൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മിതമായിട്ട് കഴിക്കുക. ഈവൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ അല്ലി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. സേഫ് ആയിട്ടുള്ള ഒരു സമയം നോക്കുകയാണെങ്കിൽ വിന്റർ സീസൺ നല്ലതാണ്. അതുപോലെ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം. ചൂടുള്ള സമയത്ത് പറയുന്നത് ക്ലൈമറ്റ് നന്നായിട്ട് ചൂടാണ്, വെളുത്തുള്ളിക്ക് പിത്തം നന്നായിട്ട് കൂട്ടുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ കുറച്ചൊന്ന് കൂട്ടാൻ, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരീരത്തിലൊരു എരിച്ചിലും ചൂടൊക്കെ കൂടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് മിതമായിട്ട് കഴിക്കാനായിട്ട് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ഒരു ഉഷ്ണതീക്ഷ്ണ പ്രോപ്പർട്ടിയാണ്.
ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിനെ കുറച്ചൊന്ന് ഉത്തേജിപ്പിക്കാനായിട്ടും ഇത് നല്ലതാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒക്കെ നന്നായിട്ട് കൂടുതലായിട്ട് നിൽക്കുകയാണ്, തടി നന്നായിട്ട് കൂടുതലാണ്, ബ്ലോക്ക് പോലെയുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ഒരു കനം കയറ്റി വെച്ചതുപോലെയൊക്കെ തോന്നുകയാണെങ്കിൽ വെളുത്തുള്ളി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് നെഞ്ചിൽ നന്നായിട്ട് ഒരു എരിച്ചിൽ പോലെ തോന്നുന്നുണ്ട്, എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ഫുൾ ഒരു ചൂട് പോലെ തോന്നാണ്, ഒരു പുകച്ചിൽ പോലെ തോന്നുന്നവരാണ്, എപ്പോഴും നന്നായിട്ട് വിയർക്കുന്നുണ്ട്, ദാഹം നന്നായിട്ട് കൂടുതലാണ്, സ്പൈസി ഒന്നും അധികം കഴിക്കാനായിട്ട് പറ്റില്ല, വെയിലൊന്നും തീരെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ പരമാവധി വെളുത്തുള്ളി ഒഴിവാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളുടെ കൊളസ്ട്രോൾ ഒക്കെ കൂടി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ വെളുത്തുള്ളി ഒന്നോ രണ്ടോ അല്ലി നിങ്ങൾക്ക് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് ശേഷം, രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാം. ഒരിക്കലും വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കാതിരിക്കുക. വെറും വയറ്റിൽ കഴിക്കുന്ന സമയത്ത് എന്താ, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ആസിഡ് കുറച്ചൊന്ന് റിഫ്ലക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പിത്തം കൂട്ടുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടുമ്പോൾ കുറച്ചൊന്ന് റിഫ്ലക്സ് ആയിട്ട് പ്രശ്നങ്ങളെ ഇൻ ഫ്യൂച്ചറിൽ കുറച്ചൊന്ന് കൂട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഒരു തെറ്റ് പരമാവധി ഒഴിവാക്കുക. ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതും കൂടി. നിങ്ങൾക്ക് തീവ്രമായിട്ടുള്ള ചുമയുണ്ട്, ചുമയ്ക്കുന്ന സമയത്ത് കഫം നന്നായിട്ട് ഇളകി പോവുക, അല്ലെങ്കിൽ ഡ്രൈ കഫ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ നന്നായിട്ട് വരിക, ലങ്സ് വളരെയധികം വീക്കാണ്, ശ്വാസം എടുക്കാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ട്, ഈ പറയുന്ന കാര്യങ്ങൾക്കും വെളുത്തുള്ളി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. വെളുത്തുള്ളി ഇടല് നിങ്ങൾക്ക് ഓയിൽ പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എള്ളെണ്ണ എഗെയിൻ അല്ലെങ്കിൽ കടുകെണ്ണ ഏതെങ്കിലും ഒരു എണ്ണ നിങ്ങൾ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ആ ഒരു എണ്ണ നിങ്ങൾക്ക് നമ്മുടെ ഈ നെഞ്ചിന്റെ ഭാഗത്തും പിന്നിലും ഫ്രണ്ടിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കഫത്തിനെ നന്നായിട്ട് ഇളക്കി കളയാനായിട്ട് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ ചുമയ്ക്കുന്ന സമയത്ത് കഫം നന്നായിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഒന്നോ രണ്ടോ അല്ലി എടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേനിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് കഫം ഇളകി പോകുന്ന കണ്ടീഷൻസിൽ വളരെ നല്ലതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഡ്രൈ കഫാണ്, അതായത് ചുമയ്ക്കുന്ന സമയത്ത് കഫം പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ നെയ്യിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് നൽകുക. അപ്പൊ നമ്മൾ ഈ ഉപയോഗിക്കുന്ന അനുപാനം ഉണ്ടല്ലോ, നെയ്യ് തേനെതിരെയാണ് നമ്മൾ അനുപാനം എന്ന് പറയുക. ഈ ഒരു കാര്യത്തിലും അതിന്റെ റിസൾട്ട് ബേസ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ ചുമയ്ക്കുന്ന സമയത്ത് രക്തം പോകുന്നുണ്ട്, അല്ലെങ്കിൽ എരിച്ചിലുണ്ട്, പുകച്ചില് പോലെ തോന്നുകയാണ്, ഈ ഒരു ഭാഗത്ത് വേദന പോലെ തോന്നുന്നുണ്ട്, നിങ്ങളുടെ പിത്ത പ്രകൃതിയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കാതിരിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ചുമയുടെ കണ്ടീഷൻസിൽ നമുക്ക് വെളുത്തുള്ളി സേഫ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് നൽകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് പലരും എന്താ ചെയ്യുക, വെളുത്തുള്ളി അരിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ കഴിക്കുകയാണ് ചെയ്യുക. പക്ഷെ നിങ്ങൾ അരിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ പുറത്തു തന്നെ വെക്കുക. ശേഷം നിങ്ങൾ കഴിക്കുന്നതിലൂടെ ഇതിൽ ഒരു അലിസിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ അലിസിൻ കണ്ടന്റ് തന്നെയാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗുണങ്ങൾ ഉണ്ടല്ലോ, ഈ ഗുണങ്ങൾ നൽകുന്നത് ഇതിൽ അലിസിൻ കണ്ടന്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു അലിസിൻ നമ്മൾ ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് പുറത്തിങ്ങനെ വെക്കുന്നതിലൂടെ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ആക്ടിവേറ്റ് ആവാനും ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ റിസൾട്ട് കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇനി എത്ര അളവിൽ നമ്മൾ ഇത് കഴിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ ദിവസത്തിൽ 1 മുതൽ 2 അത്രയും മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. കൂടുതലായിട്ട് കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും അളവിൽ തന്നെ കഴിക്കുക. ഈവൻ നിങ്ങൾ പിത്തപ്രകൃതിയുള്ള ആളുകളൊക്കെയാണ്, ശരീരത്തിൽ ഇപ്പോൾ നന്നായിട്ട് ചൂട് പോലെ തോന്നുകയാണ്, ദാഹം നന്നായിട്ട് തോന്നുന്നുണ്ട്, എരിച്ചിലും പുകച്ചിലൊക്കെ നന്നായിട്ട് തോന്നുന്നവരൊക്കെ ആണെങ്കിൽ വളരെ മിതമായിട്ടും കൂടി നിങ്ങൾ വെളുത്തുള്ളി ഉപയോഗിക്കാനും കൂടി ശ്രദ്ധിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി, കുറെ ആളുകൾ വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നവരുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി കഴിക്കുന്നവരുണ്ട്, സ്കിന്നിന് വേണ്ടി കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോളിന് വേണ്ടി, അങ്ങനെ പല കാര്യത്തിനും എഗെയിൻ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. എഗെയിൻ ലോങ് ടേമിൽ നിങ്ങൾ കഴിക്കാതിരിക്കുക. ലോങ് ടേമിൽ കഴിക്കുന്നതിലൂടെ എന്തായാലും നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതിൽ കഴിച്ചതിന് ശേഷം കഴിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് മാത്രം നിങ്ങൾ കഴിക്കാനായിട്ടും കൂടി നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.